നമസ്കാരം. കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയ ചരിത്രത്തെ പിടിച്ചുലച്ച ഭരണഘടനാ വിരുദ്ധ അട്ടിമറികളിലേക്കും അധികാര ദുർവിനിയോഗത്തിന്റെ ആഴങ്ങളിലേക്കും വെളിച്ചം വീശുന്ന പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ സംസ്ഥാനത്ത് വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിരിക്കുകയാണ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ കേന്ദ്രബിന്ദുവായ പ്രതി ഭരണകൂടത്തിന്റെ പരമോന്നത തലങ്ങളിൽ നടന്നിട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. താൻ ഈ ഒരു വലിയ മാഫിയ ശൃംഖലയിലെ വെറും ഒരു താൽക്കാലിക ഉപകരണം മാത്രമായിരുന്നുവെന്നും ഭരണഘടനാ പദവികളും നയതന്ത്ര ചാനലുകളും അങ്ങേയറ്റം ദുരുപയോഗം ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് കള്ളപ്പണം ഒഴുക്കാനും സ്വർണം കടത്താനും സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ചില ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ ഒരു സമാന്തര സിൻഡിക്കേറ്റ് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെന്നുമാണ് ഈ രംഗത്തെ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഭരണകേന്ദ്രങ്ങളെ പ്രതികൂട്ടിലാക്കുന്ന ഈ തുറന്നു പറച്ചിലുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ഭരണഘടനാ പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ സമർപ്പിച്ച അതീവ ഗൗരവമേറിയ 164 വകുപ്പ് പ്രകാരമുള്ള രഹസ്യമൊഴിയിലെ വിവരങ്ങൾ ഓരോന്നായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അക്കമിട്ട് നിരത്തുമ്പോൾ ഇത് കേവലം ഒരു കള്ളക്കടത്ത് കേസ് എന്നതിനപ്പുറമായിട്ട് വലിയൊരു ഭരണഘടനാ ലംഘനത്തിൻ്റെ ചിത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത്. അന്താരാഷ്ട്ര നയതന്ത്ര പ്രോട്ടോക്കോളുകളെയും രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെയും പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് നടത്തിയ ഒരു സംഘടിത കൊള്ളയുടെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. വിദേശ കോൺസുലേറ്റിന് അന്താരാഷ്ട്ര നിയമപ്രകാരം ലഭിക്കുന്ന നയതന്ത്ര പരിരക്ഷ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയെ എപ്രകാരമാണ് ഈ ഭരണകൂട സിൻഡിക്കേറ്റ് തങ്ങളുടെ രാജ്യവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾക്കായിട്ട് തന്ത്രപരമായി ഉപയോഗിച്ചതെന്ന് ഇവിടെ സ്വപ്ന സുരേഷ് വിശദീകരിക്കുകയാണ്. വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധനകളിൽ നിന്നും നിയമപരമായിട്ടുള്ള നടപടികളിൽ നിന്നുമൊക്കെ തന്നെ പൂർണ്ണമായ ഒഴിവാക്കൽ ലഭിക്കുന്ന പ്രത്യേക നയതന്ത്ര ബാഗേജുകൾ വഴി തുടർച്ചയായിട്ട് സ്വർണവും വിദേശ കറൻസികളും കടത്താൻ ഈ സംഘത്തിന് സാധിച്ചതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയൊക്കെ തന്നെ നേരിട്ടുള്ള സംരക്ഷണമുണ്ടായിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. വിദേശ ഏജൻസികളുമായും കമ്പനികളുമായും ഒപ്പിടുന്ന വലിയ വികസന പദ്ധതികളുടെ പിന്നിലെല്ലാം തന്നെ കൃത്യമായ ശതമാനം കമ്മീഷൻ അത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നുവെന്നും അത് സുരക്ഷിതമായി കൈമാറാൻ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങൾ തന്നെ വഴിയൊരുക്കിയെന്നുമാണ് പ്രധാന ആരോപണം. സാധാരണക്കാരായ ജനങ്ങളുടെ നികുതിപ്പണവും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായിട്ട് മാറ്റിവെക്കേണ്ട വിഭവങ്ങളുമൊക്കെ തന്നെ എപ്രകാരമാണ് ഭരണകർത്താക്കളും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായിട്ട് തിരിച്ചുവിട്ടതെന്നതിൻ്റെയൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ തനിക്കറിയാമെന്നും ഇവിടെ സ്വപ്ന ഉറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്ന അതീവ രഹസ്യമായ കൂടിക്കാഴ്ചകളെക്കുറിച്ചും യാതൊരുവിധ കസ്റ്റംസ് പരിശോധനകളും ഇല്ലാതെ കടത്തിവിട്ട വിദേശ വസ്തുക്കളെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകൾ ഭരണകേന്ദ്രങ്ങളെ നേരിട്ട് പ്രതികൂട്ടിലാക്കുന്നതാണ്. വിദേശ നയതന്ത്ര കാര്യാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക വസതിയിലെ പാചകക്കാരൻ പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന അതീവ ഭാരമേറിയ ചില വലിയ പാത്രങ്ങൾ യാതൊരുവിധ സുരക്ഷാ പരിശോധനകൾക്കും വിധേയമാക്കാതെ നേരിട്ട് മുൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിച്ചിരുന്നതായിട്ടും പ്രതി ഇവിടെ വെളിപ്പെടുത്തുന്നു. ഈ വാഹനങ്ങൾ പുറപ്പെടുന്ന സമയത്ത് തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ IT സെക്രട്ടറിയും വിശ്വസ്തനുമായിരുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് വിവരം അറിയിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ സുരക്ഷിതമായി അവ ഔദ്യോഗിക വസതിയുടെ അടച്ചിട്ട മുറികളിലേക്ക് മാറ്റുകയും ചെയ്യുമായിരുന്നു. അസാധാരണ പ്രോട്ടോകോൾ അനുസരിച്ച് കോൺസുലേറ്റ് ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ നിയമപരമായിട്ട് അനുവാദമില്ലാതിരുന്നിട്ടും തനിക്ക് അത്തരം യാതൊരു വിലക്കുകളും ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് താൻ അവിടെ പെരുമാറിയിരുന്നതെന്നും വ്യക്തമാക്കുന്ന സ്വപ്ന ഈ അവിശുദ്ധ ഇടപാടുകളെല്ലാം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോടും സമൂഹത്തോടും കൂടിയാണ് അന്ന് നടന്നതെന്നും അടിവരയിട്ട് സമർത്ഥിക്കുകയാണ്. കള്ളക്കടത്ത് കേസ് പുറത്തു വന്നതോടെ തനിക്കെതിരെ ഉണ്ടായ വധഭീഷണികളെക്കുറിച്ചും ജയിലിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള മാനസിക പീഡനങ്ങളെക്കുറിച്ചും അതീവ വികാരഭരിതയായാണ് സ്വപ്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി താൻ ബാംഗ്ലൂരിലേക്ക് മാറിയപ്പോൾ താൻ അറിയാതെ തന്നെ വലിയൊരു കെണിയിലാണ് അധികാരികൾ തന്നെ അകപ്പെടുത്തിയതെന്നും ഇവിടെ സ്വപ്ന പറയുന്നു. ആ അപകടം മനസ്സിലാക്കുകയും ഉടൻ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിക്കുകയുമായിരുന്നു. കസ്റ്റംസിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് താൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്നും ഒന്നുകിൽ തന്നെ എന്നേക്കുമായിട്ട് ഒളിവിൽ പോയ ഒരു കള്ളക്കടത്തുകാരിയായിട്ട് ചിത്രീകരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ജയിലിനുള്ളിൽ ആത്മഹത്യ ചെയ്തോ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതോ ആയിട്ട് വരുത്തി തീർക്കുമായിരുന്നുവെന്നും ഭയത്തോടുകൂടി അവർ ഇവിടെ ഓർക്കുകയാണ്. ജയിലിൽ കടുത്ത നെഞ്ചുവേദന ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പോലീസ് അധികാരികൾ വിമുഖത കാണിച്ചെന്നും പിന്നീട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയൊക്കെ തന്നെ കർശനമായിട്ടുള്ള നിലപാടാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്നും പ്രതി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഭരണകൂടത്തിലെ ഉന്നതരെ നിയമ നടപടികളിൽ നിന്നും ജനരോഷത്തിൽ നിന്നൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്കെതിരെ വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റ് കേസ് ഉൾപ്പെടെയുള്ള നിരവധി കള്ളക്കേസുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. സ്പേസ് പാർക്കിലെ തൻ്റെ നിയമനം മുഖ്യമന്ത്രിയുടെയും IT സെക്രട്ടറിയുടെയും ഒക്കെ തന്നെ നേരിട്ടുള്ള താല്പര്യപ്രകാരവും അവരുടെ സ്വാധീനം ഉപയോഗിച്ചുമാണ് നടന്നത് എന്നതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും സ്വപ്ന പറയുന്നു.
കോൺസുലേറ്റിൽ 5 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തന പരിചയവും യോഗ്യതയും നേരിട്ടറിയാവുന്ന ഇവർക്ക് മുന്നിൽ താൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പറ്റിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നുവെന്നും ഇവിടെ സ്വപ്ന വ്യക്തമാക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും യഥാർത്ഥ ലക്ഷ്യം തന്നെ നിരന്തരമായിട്ട് പീഡിപ്പിച്ച് താൻ നൽകിയ 164 വകുപ്പ് പ്രകാരമുള്ള രഹസ്യമൊഴി പിൻവലിപ്പിക്കുക എന്നതായിരുന്നുവെന്നും അതിനായിട്ട് കടുത്ത സമ്മർദ്ദവും ഭീഷണിയുമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും അവർ ഇവിടെ തുറന്നു പറയുന്നു. ഭരണ നേതൃത്വത്തിലെ അതീവ സ്വാധീനമുള്ള കുടുംബാംഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അതീവ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങളും പ്രതി ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയാണ് ഈ ഇടപാടുകളുടെ എല്ലാം തന്നെ പിന്നിലെ യഥാർത്ഥ സൂത്രധാരയെന്നും അഴിമതി ശൃംഖലയെ നിയന്ത്രിക്കുന്നത് അവരാണെന്നുമാണ് ആരോപണം. മുഖ്യമന്ത്രി പലപ്പോഴും ഈ സംഘത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായി മാറുകയായിരുന്നുവെന്നും ഈ അഴിമതികൾക്കെതിരെ സംസാരിച്ചാൽ തനിക്കെതിരെ വധശ്രമങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും ഇവിടെ സ്വപ്ന ആശങ്കപ്പെടുന്നു. ഭരണകൂടത്തിൻ്റെ മറവിൽ നടക്കുന്ന ഇത്തരം സാമ്പത്തിക കൊള്ളകൾക്ക് പിന്നിൽ ശക്തമായ കുടുംബ താല്പര്യങ്ങളും മാഫിയ സ്വഭാവമുള്ള ആസൂത്രണങ്ങളും ഉണ്ടെന്നാണ് ഈ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത്. ഇത് കേവലം ഭരണപരമായ ഒരു പരാജയമല്ല, മറിച്ച് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ളയാണ് എന്നാണ് ആക്ഷേപം. സംസ്ഥാന സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതികളായിട്ട് ഉയർത്തിക്കാട്ടുന്ന കെ-ഫോൺ, കെ-റെയിൽ, ലൈഫ് മിഷൻ തുടങ്ങിയ വൻകിട പ്രൊജക്റ്റുകളെല്ലാം തന്നെ വിദേശത്തു നിന്നും വിവിധ ആഗോള കമ്പനികളിൽ നിന്നൊക്കെ തന്നെ വൻതോതിൽ കമ്മീഷനുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണെന്നാണ് ഇവിടെ സ്വപ്നയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. പ്രശസ്ത അന്താരാഷ്ട്ര കൺസൾട്ടൻസി കമ്പനിയായിട്ടുള്ള PwC വഴി ഓരോ മാസവും വലിയ തുകകൾ കമ്മീഷനായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നുവെന്നും ഇതിൽ വളരെയധികം തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്നും ഇവിടെ സ്വപ്ന തുറന്നു പറയുന്നു. ഈ കമ്മീഷൻ ഇടപാടുകളിൽ വളരെ ചെറിയൊരു തുക മാത്രമാണ് ഔദ്യോഗികമായിട്ട് രേഖകളിൽ കാണിച്ചിട്ടുള്ളത്. ബാക്കി തുകയെല്ലാം തന്നെ അണിയറയിലെ പ്രമുഖരുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഒഴുകുകയായിരുന്നു. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ അതീവ രഹസ്യമായ വ്യക്തിവിവരങ്ങൾ വിദേശ കമ്പനികൾക്ക് വിറ്റഴിച്ച വിവാദമായിട്ടുള്ള സ്പ്രിംഗ്ലർ ഇടപാടിൽ പോലും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളെ സംരക്ഷിക്കാനായിട്ട് IT സെക്രട്ടറിയെ കേവലം ഒരു ബലിയാടാക്കുകയായിരുന്നുവെന്ന് ഇവിടെ സ്വപ്ന ചൂണ്ടിക്കാണിക്കുന്നു. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പോലും ഈ വൻ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനാകാതെ നിസ്സഹായയായിരുന്നു. ഈ കള്ളക്കടത്ത് സിൻഡിക്കേറ്റിൻ്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ബുദ്ധിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും IT സെക്രട്ടറി അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെയും കൂട്ടായ ആസൂത്രണമാണെന്നും ഇവിടെ സ്വപ്ന വ്യക്തമാക്കുകയാണ്. സങ്കീർണമായ പ്രൊജക്റ്റുകളെക്കുറിച്ചോ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചോ ആഴത്തിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള താല്പര്യമോ സമയമോ മുഖ്യമന്ത്രിക്ക് ഇല്ലായിരുന്നുവെന്നും ഈ സംഘം തയ്യാറാക്കി നൽകുന്ന ഫയലുകളിൽ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ എല്ലാം ഒപ്പിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും ഇവിടെ സ്വപ്ന പരിഹസിക്കുകയാണ്. അങ്ങനെ വരും തലമുറകൾക്ക് വേണ്ടി വിദേശത്തെ വൻതോതിൽ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നയിച്ചിരുന്നതെന്നും വിദേശ രാജ്യങ്ങളിലെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ട് ഇവർക്ക് നേരിട്ടുള്ള സാമ്പത്തിക പങ്കാളിത്തമുണ്ടെന്നും ഇവിടെ സ്വപ്ന തുറന്നടിക്കുകയാണ്. അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ സിൻഡിക്കേറ്റിന് വൻതോതിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉണ്ടെന്നും ഇവ കൈകാര്യം ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക പ്രതിനിധികളെയൊക്കെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തങ്ങളുടെ കള്ളപ്പണം സുരക്ഷിതമായ വിദേശ മണ്ണിലേക്ക് മാറ്റാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് വിദേശത്തേക്ക് ചികിത്സയ്ക്കെന്ന വ്യാജേന കടക്കാനും പിന്നീട് ഒരിക്കലും മടങ്ങി വരാതിരിക്കാനുമുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ പോലും അന്ന് ഭരണകൂടം തയ്യാറാക്കിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന 1 കോടി രൂപയുടെ നേരിട്ടുള്ള കോഴ ഇടപാടുകൾ തൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ലോക്കറുകൾ വഴിയുമാണ് കൈകാര്യം ചെയ്തതെന്നും ഇതിനെ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്നും ഇവിടെ സ്വപ്ന ഉറപ്പിച്ച് പറയുകയാണ്.